അങ്ങനെ ഒരു ഞായറാഴ്ച വേമ്പനാട്ട് കായലിലൂടെയുള്ള ഒരു കല്യാണ യാത്ര. അബൂസും ഞാനും ഉമ്മായും മാത്രമേ പോകുന്നുള്ളൂ. അബൂസിന് ആദ്യം ഒരുക്കി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ബോട്ട് യാത്രയാണ്. അബൂസിനാണെങ്കിൽ കൗതുകവും സന്തോഷവും എല്ലാമാണ്. അധികം പൈസ ചിലവൊന്നുമില്ലാതെ ഒരു ബോട്ട് യാത്രയാണ്. കുമരകത്തുനിന്ന് ബോട്ട് കയറി മൊഹമയിലെത്താം. മൊഹമയിൽ തന്നെയാണ് കല്യാണ ഓഡിറ്റോറിയവും. ഞങ്ങൾ നേരത്തെ മൊഹമയിലായിരുന്നു താമസിച്ചിട്ടിരുന്നത്. അവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചവരുടെ മോടെ കല്യാണമാണ്. ബോട്ടിൽ കയറുമ്പോൾ ടൂറിന് പോകുന്ന പ്രതീതിയോടെയാണ് ഞങ്ങൾ കയറിയത്. അബൂസ് കുറേയും മൗണ്ടൻ ഡ്യൂവും പോപ്കോണും എല്ലാം മേടിച്ച് ഞങ്ങൾ കയറി. ബോട്ട് വന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ അകത്ത് കയറി. ഇഷ്ടപ്പെട്ട സീറ്റെല്ലാം കരസ്ഥമാക്കി ഞങ്ങളവിടെ ഇരുന്നു. ബോട്ട് വിട്ടതോടുകൂടി ഞങ്ങളുടെ കയ്യിലിരുന്ന പാക്കറ്റുകളെല്ലാം പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഞാനൊരു പോപ്കോണും അബൂസ് ഒരു കുർക്കുറയുമാണ്. എന്നാൽ ഞങ്ങളെല്ലാം അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉമ്മച്ചി മേടിച്ചത് ഉണക്കച്ചെമ്മീൻ വറുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചു. അങ്ങനെ 3/4 മണിക്കൂർ യാത്രയാണ് ബോട്ടിലുണ്ടായിരുന്നത്. ബോട്ടിലൂടെയുള്ള യാത്ര വളരെ സന്തോഷം തരും. കായലിൻ്റെ ഭംഗി ആസ്വദിച്ചും ദൂരെ നിന്നുള്ള പാതിരാമണൽ കാണാനും പറ്റും. ദൈവം നമുക്ക് തന്നിട്ടുള്ള വരദാനങ്ങളിൽ ഒന്നാണ് കായൽ. കായലും കടലുമൊക്കെ കണ്ട് കുറേ നേരം നമ്മൾ ആസ്വദിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. മനസ്സിനൊരു കുളിർമയും എല്ലാം കിട്ടും. 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മൊഹമയിലെത്തി. ബോട്ട് ജെട്ടിക്ക് അടുത്ത് തന്നെയാണ് ഹോള്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് മൊഹമ കുമരകം റൂട്ട് എപ്പോഴും പോകുമായിരുന്നു. ഞങ്ങൾ 11:45 ബോട്ടിനാണ് പോയത്. പഴയ അയൽവക്കക്കാരെയൊക്കെ കാണാമെന്നുള്ള ഉദ്ദേശത്തിലുമാണ് പോയത്. അങ്ങനെ ബോട്ട് ജെട്ടി എടുത്തു. പിന്നെ കല്യാണ ഓഡിറ്റോറിയത്തിൽ ചെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഏറ്റവും അതിശയിപ്പിക്കുന്ന ഈ ഫാനായിരുന്നു. ഭയങ്കര നീളമുള്ള ലീഫുകൾ. കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. കല്യാണം ഞങ്ങൾ ചെന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അറിയാലോ, മെയിൻ പരിപാടിയിലേക്ക്, സദ്യ. അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ സദ്യ. അങ്ങനെ ഇലയിൽ എല്ലാ കറികളും ഇട്ട് ചോറും വിളമ്പി അതിലേക്ക് പരിപ്പ് ഒഴിച്ച് ഒരു കുശാലായ സദ്യ കഴിച്ചു. അതിനുശേഷം പായസത്തിൽ പപ്പടവും പഴവും ചേർത്ത് ഗംഭീരമായി കഴിച്ചു. എന്നെ അതിശയിപ്പിച്ചത് അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. സ്ത്രീകളായിരുന്നു. സെറ്റ് സാരിയാണ് ഉടുത്തിരുന്നത്. പൂക്കളുടെ എല്ലാം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. അതിനുശേഷം തിരിച്ച് 2 മണിയുടെ ബോട്ടിന് ഞങ്ങൾ തിരിച്ച് കുമരകത്തേക്ക്. ഓഡിറ്റോറിയത്തിന് ചുറ്റും നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. കായലിൽ കുറേ നേരം നോക്കിയൊക്കെ നിന്നു. അബൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അബൂസിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. 2 മണി അടുക്കാറായപ്പം ഞങ്ങൾ നേരെ ബോട്ട് ജെട്ടിയിലോട്ട് പോയി. ചൂടായതിനാൽ എല്ലാവരും മടുത്തിരുന്നു. നേരെ കുമരകത്തേക്ക് തിരിച്ച്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ.